17ാമത്തെ എപ്പിസോഡിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം എപ്പിസോഡ് 17 ബ്രൈഡ്സ് ഓഫ് ഫൈവ് എന്ന 4ാം അധ്യായമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദ്രൗപദിയുടെ സ്വയംവരമാണ് കഴിഞ്ഞത്. എന്നിട്ട് ദ്രൗപദിയുടെ സ്വയംവരം കഴിഞ്ഞ് കുന്തി ദേവി 5 മക്കളോടും ദ്രൗപദീനെ പങ്കിട്ടെടുത്തോളാൻ പറയുന്നതിൻ്റെ കഥയും ഈ ദ്രൗപദി 5 പേരെ വിവാഹം കഴിക്കുന്ന കഥയാണ്. അപ്പോൾ ദ്രുപദ മഹാരാജാവും വ്യാസനും തമ്മിലുള്ള സംഭാഷണവും ദ്രൗപദിയുടെ കഴിഞ്ഞ ജന്മത്തിലെ ജീവിതത്തിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നളായിനി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. ഈ കഥ നടക്കുന്നതിൻ്റെയും കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കേട്ടോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നളായിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ത്രീകളിൽ ഒന്നായിരുന്നു. ഏറ്റവും ഉചിതമായ സ്ത്രീകൾ, നല്ല സ്വഭാവമുള്ളതും നല്ല കഴിവുള്ളതുമായിട്ടുള്ള സ്ത്രീയായിരുന്നു. സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നളായിനീനെ മൗദ്ഗല്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി വിവാഹം കഴിക്കും. ഈ സന്യാസിക്ക് ലെപ്രസി എന്ന് പറഞ്ഞാൽ സൂക്കടുണ്ടായിരുന്നു. ലെപ്രസി എന്ന് പറഞ്ഞാൽ തൊലിയിലൊക്കെ ചുളിവും വാവും വരിക. ലെപ്രസി എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ടൊരു സൂക്കടാണ്. ലെപ്രസി വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം കാലം ജീവിക്കില്ല. നമ്മുടെ തൊലിയിലൊക്കെ ചുളിഞ്ഞു പോവും, കേടുവരും. അങ്ങനെ നമുക്ക് തൊട്ട വേദനിക്കുകയൊന്നുമില്ല. അങ്ങനെ കുറേ ലെപ്രസി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രോഗമാണ്. ആൾക്കാരെ കാണാനും ഒരു സൗന്ദര്യം ഉണ്ടാവില്ല, ഒക്കെ വൃത്തികേടായിരിക്കും. അങ്ങനെ ഇത്തിരി ലെപ്രസി പോലെയുള്ള ഒരു ആളാണ് മൗദ്ഗല്യ. പക്ഷെ കാണാൻ സൗന്ദര്യമില്ലായിരുന്നില്ല, തൊലിയിൽ ഇങ്ങനത്തെ സൂക്കടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മൗദ്ഗല്യനെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഇത്തിരി അത്ര വേഗം പിടിക്കില്ല, അത്രയും അറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്യാസിനെ നളായിനി വിവാഹം കഴിക്കുക മാത്രമല്ല, നളായിനി അധികം വളരെ സ്നേഹത്തോടു കൂടിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നല്ലൊരു ഭാര്യയായിട്ട്, നല്ലൊരു പത്നി വെച്ചാൽ എന്താ അറിയുമോ? ഭാര്യയുടെ ഇനിയൊരു വാക്കാണ് പത്നി എന്ന് പറഞ്ഞാൽ. ശരിക്കും ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിനെ നന്നായി സേവിക്കാനും നന്നായി നോക്കും കഴിവുള്ള സ്ത്രീയാണ് നല്ലൊരു ഭാര്യ. നല്ല ഭക്തിയോടുകൂടി നോക്കുമായിരുന്നു നളായിനി. ആരെ? തൻ്റെ ഭർത്താവായ മൗദ്ഗല്യനെ. മൗദ്ഗല്യ എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ അനുസരിക്കുമായിരുന്നു. എല്ലാ ദേഷ്യങ്ങളും എല്ലാ സ്വഭാവ വൈഫല്യങ്ങൾ എന്ന് പറയില്ലേ, അതൊക്കെ വൈവല്യം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണതായിട്ട് പറയുന്നതിനാണ് വൈവല്യം എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും? നളായിനി എന്തു പറഞ്ഞാലും ഭർത്താവിൻ്റെ വളരെയധികം ഭയഭക്തിയോടെയും ബഹുമാനത്തോടു കൂടിയും ഭർത്താവിനെ കണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു നളായിനി. അങ്ങനെ കുറേ കൊല്ലങ്ങൾ ഇങ്ങനെ പോയി. ഭർത്താവിന് എത്ര ഇഷ്ടമുള്ള അത്രയും നല്ലൊരു സ്ത്രീനെ ആരും കണ്ടിട്ടേ ഇല്ല. അപ്പം ഇയാൾക്കൊരു ദിവസം മനസ്സിലായി, ഇത്രയും നല്ലൊരു സ്ത്രീ ഇല്ല, നളായിനി ഇത്രയും നല്ലൊരു ഭംഗിയായിട്ട് നല്ലൊരു സ്ത്രീയാണ്. അപ്പം എന്താ ഈ സന്യാസിയല്ലേ, സന്യാസി എന്ത് ചെയ്ത് തൻ്റെ വൃത്തികെട്ട രൂപമൊക്കെ മാറി നല്ല സുന്ദരനായ രൂപത്തിൽ തിരിച്ചു വരാന്നുള്ള തീരുമാനത്തിലായി. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാണ്, ഓ ബ്യൂട്ടിഫുൾ വൺ, ഏറ്റവും സുന്ദരിയായവളെ, പെർഫെക്റ്റ് വൈഫ് ഓൺ എർത്ത്, ഒരു ഭാര്യ, ഏറ്റവും ഉചിതമായ ഏറ്റവും നല്ലൊരു ഭാര്യ, ഭൂമിയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഭാര്യ. അജൂട്ട പറയണ പോലെ ഭൂമിയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഭാര്യയാണ് നീ. ഒരുപാടധികം പരീക്ഷണങ്ങൾ കടന്നു പോയിട്ടില്ലേ, അതിലൊക്കെ നീ വിജയിച്ചു. ഞാൻ എത്രയൊക്കെ നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചപ്പോഴും നീ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ വയസ്സായ ആളുമല്ല, എനിക്ക് സൂക്കടുള്ള ആളുമല്ല, ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് സന്യാസി എന്ത് ചെയ്ത് നല്ല രൂപത്തിലേക്ക്, നല്ല ഈ സൂക്കടുകളൊക്കെ മാറ്റിയ പോലെ
നല്ല രീതിയിൽ തിരിച്ചിങ്ങോട്ട് വന്നു. ആ അപ്പം നളായിനി പറയണ്, നിങ്ങളെ 5 രൂപത്തിലാണ് ഞാൻ സ്നേഹിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ 5 രൂപത്തിൽ സ്നേഹിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ആ അപ്പോൾ സന്യാസി പറയും, നളായിനിക്ക് 5 എന്തെങ്കിലും ഒരു വരം, എന്ത് വരം വേണമെങ്കിലും നളായിനിക്ക് എന്നോട് ചോദിക്കാം. ഞാൻ തരാം, എനിക്ക് കഴിയുന്ന വരങ്ങളൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് മൗദ്ഗല്യ എന്ത് ചെയ്ത് വളരെ സുന്ദരനും സുമുഖനുമായ ഒരു നല്ല കാണാൻ ഭംഗിയുള്ള മനുഷ്യനായിട്ട് രൂപം എടുത്തിട്ട് മുമ്പിലേക്ക് വന്നു നിന്നു. പിന്നെ കുറേ കൊല്ലങ്ങൾ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂർ പോയി, നല്ല സ്ഥലങ്ങളിൽ ജീവിച്ചു. കാടും മലകളും ഭൂമിയിൽ അതിഭയങ്കരമായ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സ്നേഹത്തിലുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് ഇവർ ജീവിക്കാൻ തുടങ്ങി. ജീവിച്ചു. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി, ഇയാൾക്കും മടുത്തു. പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് എപ്പോഴും. അപ്പോൾ ഒരു ദിവസം ഇയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഞാൻ പുതിയ ജീവിതത്തിലേക്ക് പോകാൻ പോവാണ്, എനിക്ക് മതിയായി. അപ്പം അവൾ പറയും, എനിക്കിതുവരെ ജീവിതം ജീവിച്ചു തീർന്നിട്ട് കൊതി തീർന്നിട്ടില്ല, ഇനിയും എനിക്ക് ജീവിക്കണം. എനിക്ക് നിങ്ങളെ കുറേ കാലം നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് ആരാ പറയണേ? നളായിനി മൗദ്ഗല്യോട് പറയണം. മൗദ്ഗല്യാണ് ഭർത്താവ്. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മൗദ്ഗല്യക്ക് മതിയായി. പക്ഷെ മൗദ്ഗല്യ പറഞ്ഞു, എനിക്കിനി നിന്റെ കൂടെ തുടങ്ങാൻ പറ്റില്ല, എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, എനിക്ക് ഒരുപാട് വേറെയും കാര്യങ്ങൾ നേടാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിനക്കൊരു വരം തന്നിട്ടില്ലേ, നീ എനിക്കൊരു വരം തരണം, വരം ചോദിക്കണം, നീ ചോദിക്കുന്ന വരം ഞാൻ തരാം. അപ്പോൾ നളായിനി പറയും, എനിക്കെൻ്റെ ഭർത്താവിനെ വേണം, എനിക്കെൻ്റെ ഭർത്താവിനെ വേണം എന്ന് 5 പ്രാവശ്യം ഭർത്താവ് എന്ന് പറയും. അത് കേട്ട ഉടനെ എന്തായി, മൗദ്ഗല്യയുടെ വരം കൊടുക്കും. നീ ആഗ്രഹിച്ച പോലെ നീ 5 ഭർത്താക്കന്മാരെ നീ വിവാഹം കഴിക്കുമെന്ന് പറയും. ഞെട്ടി അവള്, പെട്ടെന്ന് പേടിച്ചു. എന്താ 5 ഭർത്താവേ, ദൈവമേ, 5 ഹസ്ബൻഡ്സ്, ഓ ഗോഡ്, എനിക്ക് ഒരെണ്ണം മതി, നിങ്ങൾ എന്തിനാ 5 ഭർത്താവിൻ്റെ കാര്യം, 5 ഭർത്താവിൻ്റെ വരം തരണമെന്ന് ചോദിച്ചു. അപ്പോൾ മൗദ്ഗല്യ പറയും, നീ ഭർത്താവ് എന്നുള്ള വാക്ക് നീ 5 പ്രാവശ്യം പറഞ്ഞു, അതുകൊണ്ട് നിനക്ക് 5 ഈശ്വരൻ്റെ ഇതാണ്, കൽപ്പനയാണ്. ഇനി അത് മാറ്റാൻ പറ്റില്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പണ്ടൊക്കെ ഒരിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ മാറാൻ പറ്റില്ല. അപ്പൊ ദൈവം ഈശ്വരന്റെ രൂപത്തിലാണല്ലോ നമ്മുടെ സന്യാസി പറയുന്നത്. ഈശ്വരൻ പറഞ്ഞ എന്താ അറിയോ, 5 ഭർത്താക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നളായിനി എന്ന് പറഞ്ഞിട്ട് നളായിനി ദ്രുപദന്റെ മകളായിട്ട് വീണ്ടും ജന്മം കൊള്ളുന്നത്. ആരായിട്ടാണ്? ദ്രൗപദിയായിട്ട്. നളായിനിയുടെ അടുത്ത ജന്മമാണ് ദ്രൗപദി. ദ്രൗപദി ശരിക്കും ജനിച്ചിട്ടുള്ളത് സാധാരണ പോലെ നമ്മുടെ വയറ്റിൽ കിടന്നിട്ടല്ല, തീയിൽ നിന്നാണ് ദ്രൗപദി വന്നിരിക്കുന്നത്. യാഗം ചെയ്യുമ്പോഴേ തീയിൽ നിന്നാണ് നളായിനി ദ്രൗപദിയായിട്ട് ജനിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ കൗരവന്മാരില്ലേ, കൗരവന്മാരാരൊക്കെയാണ്? ധൃതരാഷ്ട്രയുടെ മക്കളില്ലേ, 100 മക്കള്, 100. ദുര്യോധനനും ദുശാസനും ഒക്കെ, അവരൊക്കെ വളരെയധികം ദുഷ്ടന്മാരാണ്. അതുകൊണ്ടല്ലേ അവര് പാണ്ഡവന്മാരെ രാജ്യത്ത് നിന്ന് പോവാൻ പറയണേ, ദൂരെ കൊണ്ടുപോയി താമസിക്കുന്നതും അവരെ കൊല്ലാൻ നോക്കുന്നതും അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ആരാണ്? കൗരവന്മാരാണ്. അതെ.
അങ്ങനെ ദ്രൗപദി ഇതിനകത്ത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ദ്രൗപദി. ആ. ദ്രൗപദിയുടെ ഇനിയൊരു പേരാണ് പാഞ്ചാലി എന്നുള്ളത്. ദ്രുപദന്റെ മകളായതുകൊണ്ട് ദ്രൗപദി എന്ന് പേര് വന്നു. നളായിനിയുടെ അടുത്ത ജന്മമാണ് ദ്രൗപദി. അങ്ങനെ ഈ പറഞ്ഞ പോലെ നളായിനിയുടെ വരമനുസരിച്ച് 5 ഭർത്താക്കന്മാരുണ്ടാവുന്നുള്ളത് കൊണ്ട് ദ്രൗപദിക്ക് പഞ്ചപാണ്ഡവന്മാർ 5 പേരും 5 ഏട്ടനുജന്മാരെയും കൂടി ദ്രൗപദി കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഒരു കല്യാണത്തിന് വലിയൊരു ആഘോഷമൊക്കെ ആയിട്ട് ആദ്യത്തെ മകനാരാണ് യുധിഷ്ഠിരൻ. പിന്നെ ഏറ്റവും ശക്തനായ കഴിവുള്ള ഭീമൻ. മൂന്നാമത്തേതാരാണ് അർജുനൻ. പിന്നെ ആരാണ് നകുലനും സഹദേവനും. ഇവരെല്ലാവരെയും കൂടി 5 പേരെയും ആരാണ് വിവാഹം കഴിക്കുന്നത്? ദ്രുപദന്റെ മകളായ ദ്രൗപദി രാജകുമാരി എന്ത് ചെയ്തു? ഈ 5 മക്കളെയും കല്യാണം കഴിച്ചു. അപ്പം എങ്ങനെ അവർ തീരുമാനിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുക. അങ്ങനെ 5 കൊല്ലം. എന്നിട്ട് ആദ്യം യുധിഷ്ഠിരന്റെ ഭാര്യയായിട്ട് 5 കൊല്ലം, അത് കഴിഞ്ഞ് ഭീമന്റെ ഭാര്യയായിട്ട് 5 കൊല്ലം, അത് കഴിഞ്ഞ് അർജുനന്റെ ഭാര്യയായിട്ട് 5 കൊല്ലം. അങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടാ. 5 കൊല്ലമല്ല, 1 കൊല്ലം. ആദ്യത്തെ 1 കൊല്ലം ഒരു ഫുൾ കൊല്ലം യുധിഷ്ഠിരന്റെ ഭാര്യ, അത് കഴിഞ്ഞ അടുത്ത 1 കൊല്ലം ഭീമന്റെ ഭാര്യ, അത് കഴിഞ്ഞ അടുത്തൊരു കൊല്ലം അർജുനന്റെ ഭാര്യ, അത് കഴിഞ്ഞ അടുത്തൊരു കൊല്ലം നകുലന്റെ ഭാര്യ, അത് കഴിഞ്ഞ അടുത്തൊരു കൊല്ലം സഹദേവന്റെ ഭാര്യ. അങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അതാണ് ദ്രൗപദിയുടെ കഥ. ദ്രൗപദിയുടെ വിവാഹവും 5 പേര് ബ്രൈഡ് ഫോർ 5 എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഇന്നത്തോടുകൂടി ഇതോടുകൂടി അവസാനിക്കുകയാണ്. ദ്രൗപദീനെ ഇവർ 5 പേരും കൂടെ കല്യാണം കഴിക്കുന്നത്. ദ്രൗപദിയുടെ കഴിഞ്ഞ ജന്മത്തിലെ നളായിനി എന്നുള്ള കഥയാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് അങ്കിൾസ് ഗിഫ്റ്റ്. ചാപ്റ്റർ നമ്പർ 5. ഹസ്തിനപുരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ പഞ്ചപാണ്ഡവന്മാരെ എന്ത് ചെയ്തു? ഹസ്തിനപുരത്ത് നിന്ന് പുറത്താക്കിയില്ലേ. എന്നിട്ട് ഇവര് ഇങ്ങനെ പോയി, എവിടെ പോയി? പല സ്ഥലങ്ങളിലൊക്കെ പോയി. ഇവരെ കൊല്ലാൻ വേണ്ടി നോക്കി, ഇവർ രക്ഷപ്പെട്ടു. ഇവർ പിന്നെ ഇവിടെ പോയി ഭഗാസുരനെ കൊന്നു, ദ്രൗപദിനെ വിവാഹം കഴിച്ചു. അവിടെയാണ് നമ്മൾ നിൽക്കണം. ഇതൊക്കെ ഏകവൃതാവർത്തിലെ ഗ്രാമത്തിൽ നിന്നാണ് ഇവർ പോണത്. ഇതിൻ്റെ കഥയിൽ ഇല്ലാത്തൊരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ പുസ്തകത്തിലില്ലാത്തൊരു കഥ. അപ്പം ഈ പുസ്തകത്തിലില്ലാത്ത കഥയിൽ എന്താ പറയുക, നമ്മൾ നേരത്തെ വായിച്ചുകൊണ്ട് വരുമ്പോൾ വ്യാസൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു. വ്യാസനാണ് ഈ പഞ്ചപാണ്ഡവന്മാരെയും ഏകവൃത എന്നുള്ള ഗ്രാമത്തിൽ താമസിക്കാൻ കൊണ്ടുവന്നത്. അപ്പം നേരെ ഇങ്ങനെ പോകുമ്പോൾ ഒരു മൺചട്ടിയില്ല, മൺകുടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചിട്ട് ആരൊക്കെ? കുന്തി ദേവിയും 5 മക്കളും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ കുടം വെക്കുന്ന ആൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ സ്ഥലമൊന്നുമില്ല, ഇത്ര കുടങ്ങളേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു കുടം, കുറേ കുടങ്ങൾ ഒന്നിൻ്റെ മുകളിലായിട്ട് കുറേ കുടങ്ങൾ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുടത്തിൻ്റെ ആൾ പറഞ്ഞേ, ഈ വീട്ടിലെ ഇപ്പോൾ സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ ഒരു കുടം എടുത്ത് മാറ്റിയിട്ട് ആ കുടത്തിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ യുധിഷ്ഠിരൻ നോക്കി നിറച്ച് കുടങ്ങൾ, ഒരു കുടത്തിൻ്റെ മുകളിൽ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് ഒരേ ഒരു കുടം മതി, ഞാനത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുടത്തിൻ്റെ ആൾ പറഞ്ഞു, ശരി, ഒരു കുടം എടുത്തോളാൻ പറഞ്ഞു. ഏറ്റവും അടിയത്തെ കുടം പിടിച്ചൊരൊറ്റ വാലി. അപ്പോൾ എന്തായി? മുകളിൽ നിന്നുള്ള എല്ലാം വീണു. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമായി. ഇതൊരു ചെറിയ കഥയാണ്. ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എന്നാലും നിനക്കൊരു കുട്ടിക്കുട്ടിയുടെ ഒരു കഥയാണ് കേട്ടോ.
അഞ്ചാമത്തെ ചാപ്റ്ററായ അങ്കിൾസ് ഗിഫ്റ്റ്. ഹസ്തിനപുരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. പഞ്ചപാണ്ഡവന്മാരുടെ കഥ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ പഞ്ചപാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് ഹസ്തിനപുരത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി. ഹസ്തിനപുരത്തിൽ പോയി. അങ്ങനെയുള്ള സമയത്ത് ദുര്യോധനൻ പറയാണ്, ഒരു സ്ത്രീയും 5 മക്കളും കൂടെ ഒരു ദിക്കില് താമസിക്കാൻ വന്നതായിട്ട് നമുക്കറിയുന്നുണ്ടല്ലോ. ആ സ്ത്രീയും 5 മക്കളും ആരാണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ധൃതരാഷ്ട്രം എന്ത് പറയും? ധൃതരാഷ്ട്രം പറയുന്ന ദ്രൗപദിയുടെ സ്വയംവരത്തിനെ കുറിച്ച് ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. ദ്രുപദൻ്റെ മകളെ, ഇത്രയും സുന്ദരിയായ ദ്രുപദൻ്റെ മകളെ കല്യാണം കഴിക്കാൻ കഴിവുള്ള, ഇങ്ങനെ ഒരു സ്വയംവരത്തിലൂടെ കീഴടക്കി കഴിയാൻ കഴിവുള്ളത് നമ്മളുടെ അർജുനനും ഇവരും തന്നെ ആയിരിക്കണം. അവരല്ലാതെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ. ആർക്കാണ് ഇത്രയും അധികം കഴിവുള്ളത്? ഹസ്തിനപുരത്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള സംസാരമാണ് കേട്ടോ. 5 പേരുണ്ടല്ലോ. ഈ 5 പേരും ഒരുമിച്ച് വന്നു. ഇങ്ങനെ ഭക്ഷണം ഈ പറയുന്ന എല്ലാവർക്കുമുള്ള ഇത് കൊടുത്തു. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ദുര്യോധനൻ പറയാണ്, കുന്തി ദേവിയും 5 മക്കളും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവുകളുള്ളതായിട്ട് എനിക്കറിയാം, അറിയുന്നുണ്ട് എന്ന് ദുര്യോധനൻ പറയാണ്. അപ്പോൾ എന്തായാലും അഗ്നിദേവൻ, ഗോഡ് ഓഫ് ഫയർ എന്ന് പറയുന്ന അഗ്നിയുടെ ദൈവമാണ് കേട്ടോ. അഗ്നിയുടെ ദൈവം 5 മക്കളെയും ഒരു സ്ത്രീനെയും 5 മക്കളെയും എടുത്തു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചവരെല്ലാവരും വേറെ ആരുമാണ്? ആ പറയുന്ന വർണ്ണവട്ട എന്നുള്ള സ്ഥലത്തിൽ ശിവൻ്റെ പൂജ നടക്കുന്ന സ്ഥലമില്ലേ, അവിടുന്ന് ആ വലിയ ഹൗസ് ഓഫ് ജോയിൽ നിന്ന് രക്ഷപ്പെട്ടതാരാണ്? ഈ ഭീമനും യുധിഷ്ഠിരനും അവരുടെ അനുജന്മാരും കുന്തി ദേവിയും അവിടുന്ന് രക്ഷപ്പെട്ടില്ലേ? അവിടുന്ന് രക്ഷപ്പെട്ടു അവര് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതായത് ഹസ്തിനപുരത്തിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രക്കും മക്കൾക്കും മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രം എന്ത് പറഞ്ഞ, ദ്രൗപദി സ്വയംവരം, ദ്രുപദൻ്റെ മകളായ ദ്രൗപദിയുടെ സ്വയംവരം കഴിഞ്ഞു. ദ്രൗപദിനെ കുറിച്ച് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ അനുജൻ്റെ മക്കളാവാനാണ് സാധ്യത എന്ന് ധൃതരാഷ്ട്രം പറയുന്നുണ്ട്. അപ്പോൾ ദുര്യോധനൻ ചോദിക്കുകയാണ്, നമ്മുടെ ശത്രുവിനെ അച്ഛ നമ്മുടെ ശത്രുക്കളെ നമ്മളിങ്ങനെ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മക്കളോട് ഇത്രയും താല്പര്യമില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും വേവലാതിയില്ല. നിങ്ങൾ അനുജൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ദ്രുപദൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ള കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടോ നിങ്ങൾക്ക് ഇത്രയധികം സന്തോഷം എന്തിനാണെന്ന് പറഞ്ഞ് ദുര്യോധനൻ ആരോടാ ദേഷ്യപ്പെടുന്നത്? ദുര്യോധനൻ്റെ അച്ഛനില്ലേ ധൃതരാഷ്ട്രോട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാ ദേഷ്യപ്പെടുന്നത്? മനസ്സിലാവുണ്ടോ? കഥ കേക്കുണ്ടോ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്തിനാ സന്തോഷിച്ചേ? പാണ്ഡവന്മാർ കല്യാണം കഴിച്ചതിൽ അച്ഛൻ എന്തിനാ സന്തോഷിക്കണേ? അച്ഛൻ്റെ മക്കൾ നന്നായാലല്ലേ സന്തോഷിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാക്കാണ്. പിന്നെ ഞാനിതെല്ലാം വിതുരനുമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്ക് വിതുരനോട് ഈ പറയുന്ന ശരിക്കും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് എന്നുള്ളത് പറയാൻ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദുര്യോധനൻ ധൃതരാഷ്ട്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്രം പറയാണ്, ദ്രുപദൻ പാണ്ഡവന്മാരുടെ
ഫാദർ ഇൻ ലോ ആയി. ഫാദർ ഇൻ ലോ പറഞ്ഞ ആരാണ്? ഫാദർ ഇൻ ലോ പറഞ്ഞ ഭാര്യയുടെ അച്ഛൻ. ആ അപ്പോൾ അമ്മായി അച്ഛൻ, മലയാളത്തിൽ പറയുമ്പോൾ അമ്മായി അച്ഛൻ. ദ്രുപദൻ ആരുടെയാണ് അമ്മായി അച്ഛനായ? പഞ്ചപാണ്ഡവന്മാരുടെ അമ്മായി അച്ഛനായില്ലേ? ദ്രൗപദി 5 പേര് വിവാഹം കഴിച്ചില്ലേ? അപ്പോ അയാളുടെ മകനില്ല ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നന് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് നമുക്ക് ഈ ദ്രുപദ മഹാരാജ്യവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധം നിലനിൽക്കാൻ നോക്കാം എന്ന് സംസാരിച്ചു. ദുഷ്ടദ്യുമ്നൻ നമ്മളെ പോലെ ഒരാളാണ്. ദ്രുപദൻ ഒരിക്കലും മറന്നിട്ടില്ല. നമ്മുടെ ഗുരു ദ്രോണാചാര്യരെ അവമാനിച്ചതിൻ്റെയും അതിൻ്റെ ഫലമൊന്നും ദ്രുപദ രാജാവ് മറന്നിട്ടില്ല. ഓരോ ദിവസം കൂടുന്തോറുമ്പോഴും ശക്തി കൂടി വരികയാണ്. മറ്റ് മുഴുവൻ ഇതും കീഴടക്കുന്നവരെ അടങ്ങില്ല. നമ്മുടെ ഗുരു ദ്രോണാചാര്യരൊരു തെറ്റ് ചെയ്ത് ദ്രുപദനെ ജീവനോടെ വെറുതെ വിട്ടു എന്നുള്ളത് കൊണ്ടാണ്. ദ്രുപദന് ഇപ്പോൾ ഹസ്തിനപുരത്തിലെ രാജാക്കന്മാരുമായിട്ടൊരു ശത്രുത ഉണ്ടല്ലോ. ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരായതുകൊണ്ട് ഹസ്തിനപുരത്തിലുള്ള രാജാക്കന്മാരോട് ഒരു ചെറിയൊരു ദേഷ്യം ഉണ്ടല്ലോ. എന്താണ് ദേഷ്യം? ഒരു കീഴടക്കി കൊണ്ടുവന്നില്ലേ ദ്രുപദനെ? അപ്പോൾ പാണ്ഡവന്മാരും അവരെ ആക്രമിച്ചിട്ടുണ്ടല്ലോ. ദുര്യോധനൻ പറയണ നമ്മൾ മാത്രമല്ലല്ലോ പാണ്ഡവന്മാരും അവരെ ആക്രമിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ ഇവനെ കീഴടക്കി കൊണ്ടുവന്ന ദ്രുപദനെ. അത് അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് ദ്രുപദനെ ശരിയാക്കിയിട്ട് നമുക്ക് പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യണം. ഇല്ലെങ്കിൽ അവർ നമ്മുടെ രാജ്യം പിന്നീട് കുറച്ച് കഴിഞ്ഞ് കീഴടക്കും. ഇപ്പോൾ ദുര്യോധനന് ഒരു ബുദ്ധി തോന്നി. എന്താണ്? ദ്രുപദനുമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ബ്രൈബ് എന്ന് പറയുന്നത് എന്താ അറിയോ? കൈക്കൂലി കൊടുക്കുക. എന്നിട്ട് പോയ്സൺ ചെയ്യുക. പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും വിഷം കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും ഇതാക്കാൻ പറ്റുന്ന നോക്കുകയായിരുന്നു ദുര്യോധനൻ. ഇതെല്ലാം ധൃതരാഷ്ട്രക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. മകൻ ദുഷ്ടനായ ദുര്യോധനൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദുര്യോധനൻ പറയുന്ന ഒന്നിനെയും ധൃതരാഷ്ട്രം എതിർത്തിട്ടുമില്ല. ധൃതരാഷ്ട്രക്ക് മനസ്സിന് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഈ വളരെ സങ്കടത്തിലാണ്. ഡയലമ്മ എന്ന് പറയുന്ന എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാരെ ഇഷ്ടവുമാണ്, പക്ഷേ ഈ പറയുന്ന ദുര്യോധനൻ പറയുന്നതിനെ എതിർക്കാനും വയ്യ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഉറങ്ങിയോ കുട്ടിയെ? അനുജൻ്റെ ബ്രദറിൻ്റെ സൺസിനെ വെറുക്കാനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അഞ്ചാമത്തെ ചാപ്റ്ററായ അങ്കിൾസ് ഗിഫ്റ്റിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയത് വെച്ചിട്ട് നമ്മൾ ദുര്യോധനനും തമ്മിലുള്ള സംഭാഷണമാണ്, രാജകൊട്ടാരത്തിലുള്ള സംഭാഷണമാണ്. ഹസ്തിനപുരത്തിലെ രാജകൊട്ടാരത്തിലെ ദുര്യോധനനും ദുശാസനനും ധൃതരാഷ്ട്രയുടെ 100 മക്കൾക്ക് പഞ്ചപാണ്ഡവന്മാർ ജീവിച്ചിരിക്കേണ്ടതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് എന്നും അതിനെക്കുറിച്ചുള്ള സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കഥ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഇതുവരെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.